കുണ്ടറ എം.എൽ.എ. പി.സി. വിഷ്ണുനാഥും കരുനാഗപ്പള്ളി എം.എൽ.എ. സി.ആർ. മഹേഷും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മാതൃകയാക്കേണ്ടുന്ന രണ്ട് എം.എൽ.എമാരാണ്. നമുക്കറിയാം, കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി വെറും ഒരു വർഷം മാത്രമാണ് ബാക്കിയുള്ളത്. UDF അധികാരം പിടിക്കുമോ എന്ന് മാത്രമാണ് എല്ലാവർക്കും അറിയാനുള്ളത്. കാരണം ഇനി ഒരു തോൽവി കൂടി ഏറ്റുവാങ്ങാനുള്ള ശക്തിയൊന്നും കോൺഗ്രസിനില്ല. UDF തോറ്റാൽ കോൺഗ്രസിനൊപ്പം നിൽക്കാൻ ഒരു ഘടകകക്ഷിയും ഉണ്ടാകില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ ഭരണം പിടിക്കുക എന്നുള്ളത് ജീവൻ വെച്ചുള്ള കളിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ലോകസഭയിൽ മികച്ച വിജയം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് നിയമസഭയിൽ അത് ഓർത്തു നിന്നിട്ടൊന്നും കാര്യമില്ല. അത് രണ്ടും രണ്ട് തരമാണ്. നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ പലർക്കും കോൺഗ്രസിനെ ആവശ്യമുണ്ട്. എന്നാൽ പിണറായി വിജയനെ തോൽപ്പിക്കാൻ വേണ്ടത് നല്ല നിശ്ചയദാർഢ്യവും ജനമനസ്സുകളിൽ ഇടം നേടിയതുമായ സ്ഥാനാർത്ഥികളാണ്. അവർ യുവാക്കൾ കൂടിയായാൽ കോൺഗ്രസ് ഏത് ഇടത് കേന്ദ്രങ്ങളെയും തകർത്ത് വിജയക്കൊടി നാട്ടും എന്നുറപ്പാണ്. അതാണ് കൊല്ലം എന്ന ഇടതുകോട്ടയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഈറ്റവില്ലമായ കുണ്ടറയിൽ നിന്നും കരുനാഗപ്പള്ളിയിൽ നിന്നും ഉന്നത വിജയം നേടിയ രണ്ട് കോൺഗ്രസ് MLA-മാർ കോൺഗ്രസ് പാർട്ടിക്ക് നൽകുന്ന സന്ദേശം. പി.സി. വിഷ്ണുനാഥും സി.ആർ. മഹേഷും ശ്രദ്ധിക്കപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം നാട്ടുകാരനായ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെ ജെ മേഴ്സിക്കുട്ടിയമ്മ എന്ന CPM നേതാവ് തകർത്ത് വിട്ടത് 30,460 വോട്ടുകൾക്കായിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തഴക്കവും പഴക്കവും ചെന്ന നേതാവാണ് എന്നെല്ലാവർക്കും അറിയാം. എന്നാൽ 2021 അതേ കുണ്ടറയിൽ അതേ മേഴ്സിക്കുട്ടിയമ്മയെ 30,000 വോട്ടും മറികടന്ന് 4,523 വോട്ടുകൾക്ക് തോൽപ്പിച്ചു വിട്ട കോൺഗ്രസിന്റെ യുവ നേതാവാണ് പി.സി. വിഷ്ണുനാഥ്. 2016 മാത്രമല്ല, അതിനു മുൻപ് തന്നെ MA ബേബി അടക്കമുള്ള CPM-ന്റെ മുതിർന്ന നേതാക്കൾ കുണ്ടറയെ ഇടതു കോട്ടയാക്കി വെച്ചതായിരുന്നു. അതിനെയാണ് പി.സി. വിഷ്ണുനാഥ് തകർത്ത് കളഞ്ഞത്. അതൊരു ചെറിയ വിജയമല്ല. കേരളത്തിലുടനീളം കോൺഗ്രസ് നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കും ഒരു മാതൃകയാക്കാവുന്ന നേതാവാണ് അങ്ങനെ പി.സി. വിഷ്ണുനാഥ്. ഇതിനോടൊപ്പം തന്നെ AICC സെക്രട്ടറി കൂടിയാണ് വിഷ്ണുനാഥ്. അതിനർത്ഥം താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് തൻ്റെ ജീവൻ തന്നെ സ്വയം സമർപ്പിച്ചുള്ള ഒരു പോരാട്ട ജീവിതമാണ് പി.സി. വിഷ്ണുനാഥിൻ്റെത് എന്ന് പറയേണ്ടി വരും. കോൺഗ്രസ് കോട്ടകൾ നിലനിർത്തിക്കൊണ്ടുവരുന്നതല്ല, ഇടതു കോട്ടകളിൽ പോയി പിടിച്ചെടുക്കുന്നതാണ് നമ്മൾ കുണ്ടറയിൽ കണ്ടത്. അത്തരം നേതാക്കന്മാർ കൂടുതൽ ഉയർന്നു വന്നില്ല എങ്കിൽ കോൺഗ്രസിന് ഇനി രക്ഷയില്ല. അതിന് സമാനമാണ് കരുനാഗപ്പള്ളി MLA സി.ആർ. മഹേഷിന്റെ കാര്യവും. അതൊരു സാധാരണ കോൺഗ്രസ് നേതാവിന് പോലും പാഠപുസ്തകമാക്കാവുന്ന രാഷ്ട്രീയ ജീവിതമാണ് സി.ആർ. മഹേഷിൻ്റെത്. ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം, ഒരു കോൺഗ്രസുകാരൻ MLA ആയിട്ട് 60 വർഷം കഴിഞ്ഞിട്ടുണ്ടാകും കരുനാഗപ്പള്ളിയിൽ. കോൺഗ്രസിനെ മറന്നുപോയ ഒരു മണ്ഡലത്തിലാണ് സി.ആർ. മഹേഷ് എന്ന ചെറുപ്പക്കാരൻ ഇടതുകോട്ടകൾ തകർത്തെറിഞ്ഞത്. പാർട്ടി നേതാക്കൾക്ക് തന്നെ മാതൃകയാക്കാവുന്ന ആ വ്യക്തിത്വത്തെ കരുനാഗപ്പള്ളിക്കാർ 2016 തന്നെ സ്വീകരിച്ചതാണ്. അന്ന് വെറും 1,700 വോട്ടുകൾക്ക് പരാജയപ്പെട്ട സി.ആർ. മഹേഷ് മണ്ഡലത്തിൽ കുത്തിയിരുന്ന് വിജയം നേടിയെടുത്തു. തന്നെ 1,700 വോട്ടിന് തോൽപ്പിച്ച അതേ ആളെ തന്നെ 29,000-ലധികം വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് കരുനാഗപ്പള്ളിയുടെ MLA ആയി 2021 സി.ആർ. മഹേഷ് കടന്നു വന്നത്. ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള ദുരനുഭവങ്ങളും നേരിട്ട സി.ആർ. മഹേഷ് തൻ്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു മണ്ഡലത്തിന്റെ MLA ആയി മാറിയത്. അങ്ങനെ രണ്ട് കിടിലൻ ഇടതു മണ്ഡലങ്ങളിൽ ശക്തമായ പ്രവർത്തനം കൊണ്ട് വിജയിച്ചു വന്ന ഈ രണ്ടു പേരെ പോലെ മറ്റു നേതാക്കൾക്കും കഴിയാത്തതെന്തേ എന്ന് കോൺഗ്രസ് നേതൃത്വം ചിന്തിക്കേണ്ടതുണ്ട്. ശ്രമിച്ചാൽ കിട്ടാത്തതായി ഒന്നുമില്ല എന്ന് തെളിയിച്ച ഈ രണ്ട് MLA-മാരെ മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ളവരും പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസിന് അനായാസം തിരിച്ചു വരാമായിരുന്നു. ഇത് ഓരോ നേതാവും ജനങ്ങളെ മനസ്സിലാക്കാതെ ജനങ്ങൾക്കിടയിലേക്ക് പോകുന്നതിനു പകരം സ്ഥാനമുറപ്പിക്കാൻ നേതാക്കളുടെ പിന്നാലെ മാത്രം പോകുന്നത് നിർത്തിയില്ല എങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥിതി കഷ്ടത്തിലാകും. കോൺഗ്രസ് കോട്ടകളിൽ അഭിരമിക്കുന്ന തഴമ്പിച്ചവരെയല്ല കോൺഗ്രസിന് ആവശ്യം. ഇടതുകോട്ടകൾ തകർത്തെറിയുന്ന വിഷ്ണുനാഥന്മാരെയും മഹേഷുമാരെയുമാണ് കോൺഗ്രസ് തേടി കണ്ടെത്തേണ്ടത്.